പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തെ വരവേൽക്കാൻ ഒരുങ്ങി വടക്കുംനാഥന്റെ മണ്ണ്. പ്രധാന പങ്കാളികളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും അല്പസമയത്തിനുള്ളിൽ തന്നെ കൊടിയേറ്റുണ്ടാകും. ഘടകക്ഷേത്രങ്ങളിൽ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിൽ രാവിലെ കൊടിയേറ്റ് ചടങ്ങ് നടന്നു. തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറുന്നതോടുകൂടി തൃശൂർ പൂരം ലഹരിയിലേക്ക്. വിവരങ്ങളുമായി ശക്തന്റെ തട്ടകത്തിൽ നിന്ന് സാനു കെ സജീവ്, ഒപ്പം തന്നെ അരുൺ കൊടുങ്ങൂർ എന്നിവർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ്. എന്തായാലും ഇനി പൂരാവേശത്തിന്റെ നാളുകളാണ്. രണ്ടുപേരുമുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ആ ഒരു കാഴ്ചകൾ? തീർച്ചയായും ഒരു പൂരം വൈബിലേക്ക് ഈ നാടൊന്നാകെ, മലയാളികൾ ഒന്നാകെ, കേരളം ഒന്നാകെ, ഉത്സവ കേരളം ഒന്നാകെ എത്തിയിരിക്കുകയാണ്. എന്തായാലും ആ ഒരു കൊടിയേറ്റ് കർമ്മം ഇന്ന് രാവിലെ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ക്ഷേത്രങ്ങൾ, അതായത് ഈ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റ് കൂടി നടക്കാനുണ്ട്. അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും പൂരാവേശത്തിലേക്ക് ശക്തന്റെ തട്ടകം ഒന്നാകെ എത്തിയിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും ഈ പൂരങ്ങളെ സ്വീകരിക്കാൻ ഒരുങ്ങി ഇന്നല്ല. തൃശ്ശൂർ പൂരത്തെ സ്വാഭാവികമായിട്ടും ഇന്നലെയോ സ്വീകരിക്കാനല്ല. ഓരോ പൂരം കഴിയുമ്പോഴും അവർ അടുത്ത പൂരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനസഞ്ചയമാണ് തൃശ്ശൂരിലുള്ളത്. പൂരപ്രേമികൾക്ക് അല്പം നമ്മൾ രാവിലെ തൊട്ട് പറയുന്നുണ്ട്, പൂരം ഇഷ്ടപ്പെടാൻ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളാണ്. ചിലർക്കത് മേളമാകാം, ചിലർക്കത് വെടിക്കെട്ടാവാം, ചിലർക്കത് കുടമാറ്റമാകാം. അങ്ങനെ എല്ലാം പൂരവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അതിനെ സ്നേഹിക്കുന്ന ഒരു ജനതധിയുള്ള നാടാണ് ഈ തൃശ്ശൂർ. എന്തായാലും രാവിലെ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിൽ കൊടിയേറ്റോടുകൂടി, ലാലൂർ കാർത്യായനി ക്ഷേത്രം ഘടകപൂരങ്ങളിൽ 8 ഘടകപൂരങ്ങളുണ്ട്. ആ ഘടകപൂരങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ലാലൂർ ഭഗവതി. ആ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിൽ രാവിലെ കൊടിയേറ്റ് നടന്നു. ഇനി കൊടിയേറ്റ് നടക്കാൻ പോകുന്നത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർച്ചയായിട്ടും ഈ പാറമേക്കാവ് ക്ഷേത്രത്തിലേക്ക് ഗജവീരന്മാർ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളാണ് പാറമേക്കാവും തിരുവമ്പാടിയും. ഈ തൃശ്ശൂർ പൂരത്തിന് ആദ്യം കൊടിയേറ്റ് നടക്കുന്നത് തിരുവമ്പാടിയിലാണല്ലേ? തീർച്ചയായിട്ടും തിരുവമ്പാടി ക്ഷേത്രത്തിലെ കൊടിയേറ്റിന് ശേഷമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന പാറമേക്കാവ് ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടക്കുക. നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൊടിയേറ്റിനുള്ള എല്ലാ ചടങ്ങുകളും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം മുതലേ തന്നെ അതിൻ്റെ ചടങ്ങുകൾ, പൂജാവിധി പ്രകാരമുള്ള ചടങ്ങുകളൊക്കെ അവിടെ നടന്നിരുന്നു. രാവിലെ 11-നും 11:30 മധ്യയാണ് കൊടിയേറ്റം. പാരമ്പര്യാവകാശികളായിട്ടുള്ള താഴത്തുപുരയ്ക്കൽ സുന്ദരനും സുഷിത്തും ചേർന്നാണ് ഇക്കുറി കൊടിമരം ഒരുക്കുന്നത്. മേൽശാന്തി ദേശക്കാർക്ക് കൈമാറുന്ന കൊടിക്കൂറ ഉപചാരപൂർവ്വം കൊടിമരത്തിൽ ചേർത്തു. പിന്നീട് ശ്രീകൃഷ്ണൻ്റെയും ഭഗവതിയുടെയും സാന്നിധ്യം സൂചിപ്പിക്കുന്ന നീലയും മഞ്ഞയും നിറത്തിലുള്ള പതാകകളാണ് ഈ കൊടിയേറ്റുന്നത് അവിടെ. അതോടുകൂടി തിരുവമ്പാടിയിലെ കൊടിയേറ്റ് ചടങ്ങുകൾ പൂർത്തിയാക്കും. അതിനുശേഷമാണ് പാറമേക്കാവിലേക്കുള്ള കൊടിയേറ്റ് ചടങ്ങുകൾ ആരംഭിക്കുക. ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു 10 മിനിറ്റ് വ്യത്യാസത്തിൽ കൊടിയേറ്റ് 11:30 തന്നെ ആ കൊടിയേറ്റിൻ്റെ ചടങ്ങുകളൊക്കെ ആരംഭിക്കുക. എന്തായാലും തൃശ്ശൂരിൽ ലാലൂർ ഭഗവതി ക്ഷേത്രത്തിൽ കൊടിയേറ്റുന്നതിന് മുൻപ് തന്നെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വലിയ പന്തലുകളൊക്കെ ഇവിടെ നാട്ടിയിരുന്നു. തിരുവമ്പാടിയുടെയും പാറമേക്കാവ് വിഭാഗത്തിൻ്റെയൊക്കെ പന്തലുകൾ ഈ വടക്കുംനാഥൻ്റെ പ്രദക്ഷിണ വഴികളായിട്ടുള്ള ഈ സ്വരാജ് റൗണ്ടിൽ നാട്ടിയതോടുകൂടി തന്നെ തൃശ്ശൂർ ഒരു പൂരലഹരിയിലേക്ക് മാറി. അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഈ കേരളത്തിലുള്ളത് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ഈ പൂരത്തെ ഹൃദയത്തോട് ചേർക്കുന്ന, നമ്മുടെ സംസ്കാരത്തെ ഹൃദയത്തോട് ചേർക്കുന്ന ആളുകളെല്ലാം ഈ സാംസ്കാരിക നഗരിയിലേക്ക് ഒഴുകിയെത്തുന്ന ആ മനോഹരമായ കാഴ്ച. നേരത്തെ സാനു സൂചിപ്പിച്ചത് കൃത്യമായ കാര്യമാണ്. ഈ പൂരത്തെ പല രീതിയിലാണ് ഓരോരുത്തരും ആസ്വദിക്കുക. ചിലപ്പം മേളക്കമ്പക്കാരുണ്ടാകാം, ആനക്കമ്പക്കാരുണ്ടാകാം, കുടമാറ്റം ഉണ്ടാകാം, അങ്ങനെ വ്യത്യസ്ത രീതിയിലേക്ക്. എന്തായാലും പിഴവുകളില്ലാതെ കൃത്യമായി തന്നെ നമ്മളുടെ ആചാരങ്ങൾ അതേപോലെ തന്നെ സംരക്ഷിച്ചുകൊണ്ടുള്ള ആ പൂരം, അത് ഒരു തരത്തിലുള്ള ഭംഗം കേടുകളും ഇല്ലാതെ കൃത്യമായി തന്നെ നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്നിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിലായി ഇനി ആ കൊടിയേറ്റിനായുള്ള ഒരു കാത്തിരിപ്പിലാണല്ലേ? തീർച്ചയായിട്ടും ഈ അരുൺ പറഞ്ഞ പോലെ തന്നെ ഈ പൂരത്തെ ഇഷ്ടപ്പെടുന്നത് പല കാര്യങ്ങൾ വെച്ചിട്ടാണ്. പൂരത്തിൻ്റെ ചടങ്ങ് നടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങുകളുടെ ഒരു സംഗമവേദി കൂടിയാണ് പൂരം. ആ പൂരത്തിൻ്റെ വിവിധ തരത്തിലുള്ള ചടങ്ങുകൾ, വിവിധ തരത്തിലുള്ള ആഘോഷങ്ങൾ, വിവിധ തരത്തിലുള്ള വർണ്ണങ്ങൾ, വിവിധ തരത്തിലുള്ള മേളങ്ങൾ, വിവിധ തരത്തിലുള്ള വെടിക്കെട്ട്. അതായത് വെടിക്കെട്ടാണ് ഈ പൂരത്തിലെ വലിയ ഒരു കമ്പമായിട്ട് ആളുകൾ കൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഈ പല വിധത്തിലുള്ള ആഘോഷങ്ങൾ, ആചാരങ്ങൾ ഇതെല്ലാം സംഗമിക്കുന്ന ഒരു കടലാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. പല കൈവഴികളിൽ കൂടെ ഒഴുകി അത് വടക്കുംനാഥൻ്റെ തട്ടകത്തിൽ വന്ന് സംഗമിക്കുമ്പോൾ അതൊരു കടലാകും. നമ്മൾ ഈ കുടമാറ്റ സമയത്ത് കാണുന്ന വലിയൊരു ജനസഞ്ചയം അതൊരു കടലാണ്. ആ കടലായി നിൽക്കുന്ന ആ കടലിരമ്പത്തിനിടയിൽ നിന്ന് ആ കുടമാറ്റം നടക്കുമ്പോൾ ആകാശത്തേക്ക് വർണ്ണങ്ങൾ വാരി വിതറിക്കൊണ്ടുള്ള ഈ ആനുകാലിക പ്രസക്തമായിട്ടുള്ള വിവിധ തരത്തിലുള്ള സംഭവങ്ങളെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ടുള്ള കുടകളടക്കം സസ്പെൻസ് നിർത്തിയല്ലേ? തീർച്ചയായിട്ടും ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് ഈ ഒളിപ്പിച്ച് വയ്ക്കുന്ന സസ്പെൻസ്
സസ്പെൻസുകളാണ്. ഈ സാധാരണ നിലയിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2 ദിവസങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ 1 മിനിറ്റിൽ 1 കുട ഉയർത്തിയാൽ തന്നെ 1 മണിക്കൂറാണ് കുട ഉയർത്തുന്നത്. ആ 1 മണിക്കൂറിൽ 60 കുട വരും. ആ 60 കുടകൾ ഉയർത്താനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള 60 സെറ്റ് കുടകളാണ് ഇവർ തയ്യാറാക്കിയിട്ടുള്ളത്. അതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഗുജറാത്തിലെ സൂറത്ത്, അതേപോലെ തന്നെ മദ്രാസ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചിട്ടുള്ള തുണിത്തരങ്ങൾ കൊണ്ടുള്ള വർണ്ണാഭമായിട്ടുള്ള കുടകൾ. അതിനപ്പുറത്തുള്ള കുടകൾ എന്താണെന്നുള്ളത് സസ്പെൻസാണ്, അതൊന്നും പറയില്ല. അതേപോലെ തന്നെ വെടിക്കെട്ടിൻ്റെ കാര്യം പറയുമ്പോൾ മാനത്ത് വിസ്മയങ്ങൾ വാരി വിതറുന്ന ഒന്നാണ് വെടിക്കെട്ടെന്ന് പറയുന്നത്. അതുപോലെ വെടിക്കെട്ടിൽ എന്തൊക്കെ സസ്പെൻസ് ഉണ്ടെന്ന് സാധാരണ നിലയിൽ പൊട്ടിക്കുന്നതിനപ്പുറം എന്താണെന്നുള്ളത് ഇവിടെ എല്ലാവരും അക്ഷമരായിട്ട് കാത്തിരിക്കുന്ന, നമ്മളും കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് ഈ വെടിക്കെട്ട്. കുട്ടനാട്ടിൽ നിന്നാണ് എത്തുന്നത്, പക്ഷേ പൂരനഗരിയിലേക്ക് എത്തിയിരിക്കുന്നു. 2ാമത്തെ പൂരമാണ്. പക്ഷേ പൂരത്തിൻ്റെ ഒരു ആവേശം, അതായത് കൊടിയേറി കഴിഞ്ഞതിന് ശേഷം അത് ഒരു തൃശ്ശൂർ എത്തുന്ന എല്ലാവരുടെയും ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു വാക്കുകൾ അത് തന്നെയാണല്ലേ? അരുൺ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് കഴിഞ്ഞ 17-ാം തീയതിയാണ് ഞാൻ തൃശ്ശൂരിലേക്ക് വന്ന് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 7 ദിവസം 8 ദിവസം കഴിയുമ്പോൾ പൂരമാണ്. ഒന്നും അറിയാത്ത ഒരാൾ പൂരത്തിലേക്ക് വെല്ലുന്നു. പിന്നീട് പൂരത്തിനൊപ്പം ഒഴുകിയ കാഴ്ച നമ്മുടെ ക്യാമറമാനായിട്ടുള്ള മനുകൃഷ്ണയോട് ചോദിച്ചിട്ടാണ് പല കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ വർഷം കണ്ടതും കഴിഞ്ഞ വർഷം കേട്ടതും കഴിഞ്ഞ വർഷം മനസ്സിലാക്കാൻ സാധിച്ച എല്ലാ അറിവുകളും വെച്ചുകൊണ്ട് നമ്മൾ ഇത്തവണ പൂരത്തിലേക്ക് എത്തുമ്പോൾ ശരിക്കും പൂരത്തിൻ്റെ ആവേശം അങ്ങ് ആകാശത്തോളം ഒത്തിരിക്കുകയാണ്. കാരണം പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പന്തലുകളുടെ തലപ്പൊക്കം പോലെ തന്നെ, തെച്ചിക്കോട്ട് രാമചന്ദ്രൻ്റെ തലപ്പൊക്കം പോലെ തന്നെ ആ തലപ്പൊക്കത്തിലാണ് തൃശ്ശൂരുകാരെല്ലാം ഈ പൂരത്തെ വരവേൽക്കാനായിട്ട് പൂരവുമായി ബന്ധപ്പെട്ടുള്ള ആവേശത്തിൽ നിൽക്കുന്നത്. എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് എല്ലാവരും. തീർച്ചയായും അത് തന്നെയാണ് രാഖി. എല്ലാവരും ആ മനസ്സുകൊണ്ട് തയ്യാറായിരിക്കുകയാണ്. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് ആ ഉള്ള കാത്തിരിപ്പായിരുന്നു കഴിഞ്ഞ 1 വർഷമായിട്ടുള്ളത്. ആ കാത്തിരിപ്പ് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും തൃശ്ശൂർ പൂരത്തിന് ഈ ഘടകക്ഷേത്രങ്ങളിലെ കൊടിയേറ്റുകൾ ആരംഭിച്ച് ഇനി പ്രധാനപ്പെട്ട തിരുവമ്പാടിയിലെയും പാറമേക്കാവിലെയും 2 കൊടിയേറ്റുകൾ അല്പസമയത്തിനുള്ളിൽ നടക്കും. അതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും എല്ലാം പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും പൂരാവേശത്തിലേക്ക് ഈ ശക്തൻ്റെ തട്ടകം ഒന്നാകെ ഇപ്പോൾ പോയിരിക്കുകയാണ് രാഹി. ശരി അരുൺ, എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ ശക്തന്റെ തട്ടകം പൂര ലഹരിയിലായി കഴിഞ്ഞു, ആ ലഹരിയിൽ അമർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറുന്നതോടുകൂടി ആ ലഹരി അങ്ങ് മൂർധന്യത്തിലേക്ക് പോകും എന്നുള്ളതാണ്. എന്തായാലും സമഗ്ര കവറേജുമായി ജനം ടിവിയും പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാകും. വാർത്തകളുടെ വിശദാംശങ്ങൾ സാനു കെ സജീവും അരുൺ കൊടുങ്ങൂരും നമുക്കൊപ്പം ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്.